ഹലോ ഗൈസ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ മസാല റൈസ് ഉണ്ടാക്കുന്നതാണ്. ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ ആട്ടോ ഓർമ്മ വരുന്നത്. എനിക്ക് പണ്ടൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ മിക്കവാറും എൻ്റെ ചുറ്റുപാത്രത്തിൽ റൈസ് ഇതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കറിയുടെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ നീളത്തിൽ സവാള കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, എന്നാൽ ചെറിയ രീതിയിൽ ഉള്ളി കടിക്കുന്ന രീതി ആവുകയാണ് ഏറ്റവും ബെറ്റർ. ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അമ്മയെ നന്നായിട്ട് മിസ് ചെയ്യുന്നു. പക്ഷെ അമ്മ ഉണ്ടാക്കിയ ടേസ്റ്റൊന്നും ആയില്ല കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. പിന്നെ ഉച്ചയുടെ നേരത്ത് ഈ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ ഒരു പ്രത്യേക തരം സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നത്. നമ്മൾ ഉള്ളിലോട്ട് കുറച്ച് തക്കാളിയും പച്ചമുളകും അതേപോലെ വെളുത്തുള്ളി ഒന്ന് ചതച്ചതും അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഓരോ ഭക്ഷണത്തിനും ഓരോ ഓർമ്മകളാട്ടോ. ഓരോ റെസിപ്പി ഉണ്ടാക്കുമ്പോഴും അത് പറഞ്ഞു തന്ന ആൾക്കാരുടെ മുഖങ്ങളും ടേസ്റ്റ് വരുമോ എന്നൊക്കെയുള്ള ചിന്താഗതികളായിരുന്നു. പക്ഷേ ഇതുണ്ടാക്കിയപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളിലോട്ട് ഞാൻ തിരിച്ചു പോയി. അതിലോട്ട് പിന്നെ നമ്മുടെ മസാല എന്തായി നോക്കിയാലോ. അതിലോട്ട് കുറച്ച് നാടൻ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഒരു ഹാഫ് വേവ് അല്ലെങ്കിൽ മുക്കാൽ വേവൊക്കെ ആയാൽ മതി. തക്കാളി ഒന്നും അതിൽ കിടന്നിട്ട് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൽ നമ്മൾ ഓവറായിട്ടുള്ള മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്കൂളിലോട്ടൊക്കെ ഉണ്ടാക്കി പോവാം. എന്നും ഓരോ റൈസായിട്ട് പോകണേക്കാട്ടിയും ഒരു വെറൈറ്റി ആയിട്ട് പിടിക്കുമ്പോൾ അതൊരു പിള്ളേർക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ എനിക്ക് പെരിഞ്ജീരകം നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്ര പൊടികളാണ് ചേർക്കുന്നുള്ളത്. അതും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്മെല്ലാട്ടോ. വീട്ടിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക തരം സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ ഭാഗത്തേക്ക് മസാലകളാവുന്ന വിധം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചോറ് വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ലേ, അതാട്ടോ ഇതിൽ ചേർക്കുന്നത്. റേഷൻ അരിയാണ് ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റ് വരുന്നത്. വലിയ അരിനേക്കാളും ടേസ്റ്റ് റേഷൻ അരിയാണ്. റേഷൻ അരി പറഞ്ഞാൽ നീളൻ അരിയില്ലേ, അതാണ്. അപ്പോൾ അതും ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയും ചോറും കൂടിയിട്ട് ഒന്നിങ്ങനെ അതിലോട്ട് ചോറിലോട്ട് നമ്മൾ മസാലയൊക്കെ ആക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്, പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. അതേപോലെ പുറത്തൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. കുറച്ച് അച്ചാറോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓംലെറ്റ് അടിച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ സിമ്പിൾ റെസിപ്പിയല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം കേട്ടോ.